അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ പോകുന്നത് ഞങ്ങളൊരു ബസാറിലേക്കാണ്. പോകുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബിൽഡിംഗ് എല്ലാം കടന്നുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അതൊരു യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി പോകുന്നത് ഖാൽ അൽ ഖലീലി ബസാർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ മൊറോക്കോയിലെല്ലാം പോയപ്പോൾ കണ്ടുപോലെ ഒരു മാർക്കറ്റ്, ലൈറ്റിംഗ് മറ്റും എല്ലാം വിൽക്കപ്പെടുന്ന ഒരു വലിയ സ്ട്രീറ്റ്. അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. പോകുന്നതിന് മുന്നേ എന്നോട് നമ്മുടെ ഡ്രൈവറും ഗൈഡും കൂടി പറഞ്ഞു, ഇവിടെ നല്ല അത്തർ കിട്ടും, നല്ല പെർഫ്യൂംസ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് പോകാം, വാങ്ങണമെന്നില്ല എങ്കിലും നിങ്ങളൊന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ആദ്യം ഞങ്ങൾ പെർഫ്യൂംസ് അതിൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ശരിക്കും ഇന്ത്യയുടെ ഒരു തെരുവിലൂടെയുള്ള യാത്ര അതുതന്നെയാണ് ശരിക്കും ഈജിപ്തിലെ ഈ കെയ്റോ എന്ന് പറയുന്ന തലസ്ഥാനത്തുള്ള യാത്ര എനിക്ക് തോന്നുന്നത്. ഫ്ലാറ്റും മറ്റും എല്ലാം കാണുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ യാത്ര, അതാണ് ഇതിലൂടെ പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു രൂപം. അങ്ങനെ ഞങ്ങൾ അത്തറിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഷോറൂം. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഗൈഡ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇദ്ദേഹമാണ് എനിക്ക് അത്തറിനെ കുറിച്ച് പറഞ്ഞുതരാൻ പോകുന്നത്. ഇവിടുത്തെ സെയിൽസ് പേഴ്സണാണ്. അങ്ങനെ അതിൻ്റെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇനി പോകുന്നത് മാർക്കറ്റ് ഏരിയയിലേക്കാണ്. അപ്പുറത്ത് നിരവധി ബിൽഡിങ്ങുകളും മറ്റുമെല്ലാം നമുക്കൊരു കാഴ്ചയാണ്. എല്ലാത്തിനും ഒരു മണ്ണിൻ്റെ മുഖച്ഛായയാണ് ഉള്ളത്. ഒരു അറേബ്യൻ നാടിലൂടെയുള്ളൊരു യാത്ര പോലെ ഒരു ഭാഗത്ത്, ഇന്ത്യൻ നാടിലുള്ള യാത്ര പോലെയാണ് വേറൊരു ഭാഗത്ത് കാണുന്നത്. എല്ലാം കൂടി ഒരു കൂട്ടിക്കൊഴിഞ്ഞ ഒരു സമ്പ്രദായമാണ് ശരിക്കും ഇവിടെ ഈജിപ്തിൻ്റെ. നല്ല തിരക്കുള്ളൊരു ടൈമിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് മാർക്കറ്റ്. ഡ്രൈവർ ഞങ്ങൾക്ക് വണ്ടി സൈഡാക്കി ഞങ്ങളവിടെ ഇറങ്ങി. ഇതാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള കവാടം. ഞാനങ്ങനെ പതുക്കെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു. കുറേ പേര് വരുന്നുണ്ട് മാർക്കറ്റ് കാണാൻ. നല്ല രസകരമായിട്ട് തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. തൂക്കുവിളക്കുകളും മറ്റും എല്ലാമുള്ള ഒരു മാർക്കറ്റ്. ഇതിലൂടെ വണ്ടിയൊന്നും അധികം പോകുന്നില്ല. അധികവും നടപ്പാതെ തന്നെയാണിത്. ആളുകൾ നടന്ന് ആസ്വദിച്ച് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് പോകുന്നു. ഇതിലൂടെ നടക്കുമ്പോൾ എനിക്ക് പണ്ട് മൊറോക്കോയിൽ പോയതാണ് ഓർമ്മ വരുന്നത്. ഇതേപോലൊരു സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഞാനിങ്ങനെ പോയത് ഓർക്കുന്നു. ഈ സ്ട്രീറ്റ് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും അങ്ങനെ പോവുകയാണ്. നമ്മുടെ കൂടെ ഗൈഡില്ലെങ്കിൽ നമുക്ക് ശരിക്കും വഴി തെറ്റിപ്പോകും. അങ്ങനത്തെ ഒരു വഴിയാണ് ഇവിടെയുള്ളത്. ഇതിൻ്റെ ഉള്ളിലും പല വർക്കുകളും പണികളും നടക്കുന്നതിനെ കൊണ്ട് വഴികൾ പലതും പല രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഗൈഡ് തന്നെ, നമ്മളെ ഷൈമ തന്നെ പലരോടും ചോദിച്ചിട്ടാണ് വഴി മനസ്സിലാക്കുന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോരോ നല്ല നല്ല വർണ്ണശബളമായ കാഴ്ചകളാണ് കാണുന്നത്. പല രീതിയിലുള്ള പാത്രങ്ങളും മറ്റു സാധനങ്ങളും എല്ലാം വളരെ ഭംഗിയോടുകൂടി തന്നെ ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്ത് രസകരമായിട്ടാണ് ഇവരിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആരെയും ആകർഷിക്കുന്ന രീതിയിൽ ഇവരുടെ വിളക്കുകളും മറ്റുമെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. ആരും കണ്ടാലൊന്ന് വാങ്ങിച്ചു പോയാലോ എന്ന് തോർത്തു. അത്രയും ഭംഗിയായിട്ടാണ് അവരിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കും പല സ്ഥലത്തേക്കും, ഇപ്പോൾ ഞാൻ നടക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, ബാക്കി പല സ്ഥലത്തേക്കും ഈ മാർക്കറ്റുകൾ ചിന്നിച്ചിതറി കിടക്കുകയാണ്.
എല്ലായിടത്തും പോകാൻ കഴിയില്ല, എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട മിക്ക സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നത്. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയ അപ്രോച്ചും കാര്യങ്ങളുമാണ്. ഈജിപ്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 80% അല്ലെങ്കിൽ അതിന് മുകളിലോ മുസ്ലിംസാണ്, 20% ക്രിസ്ത്യൻസ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജനസംഖ്യയുടെ നിരക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം വന്നപ്പോൾ ഡ്രൈവർ എന്നോട് പറഞ്ഞത്. നമ്മുടെ ഡ്രൈവറുടെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തെ ഞാൻ കാണിക്കാത്ത അദ്ദേഹം പറഞ്ഞു, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി നല്ല വേഷത്തിൽ വന്നിട്ട് എന്നെ കാണിക്കൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് വീണ്ടും ഞാൻ നടത്തം തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് വീണ്ടും കാറിൽ കയറി യാത്ര തുടരുന്നു. ഇന്നത്തെ കാഴ്ചകൾ ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു. പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയൊരു കൊട്ടാരം, അതായത് ഒരു ഫോർട്ട് കാണാം. രാജാവിൻ്റെ ഒരു ഫോർട്ടാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടു. അവർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ ഇറങ്ങി. അങ്ങനെ ഞാനിപ്പോൾ ഞാൻ നിൽക്കുന്ന ഇനിയുള്ള 2 ദിവസം നിൽക്കാൻ പോകുന്ന ഹോട്ടലിലാണ്. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. ബാർസെലോ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഹോട്ടലിൻ്റെ അകത്തളം ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നൊരു ഹോട്ടലാണ്. പക്ഷേ ടൗണിൽ നിന്ന് കുറച്ചങ്ങോട്ട് വിട്ടിട്ടാണ് ഹോട്ടൽ. അങ്ങനെ ഞാൻ ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഇതാണ് എൻ്റെ മുറി. എൻ്റെ മുറിയുടെ അകത്തേക്ക് ഞാൻ പ്രവേശിച്ചു. അത്യാവശ്യം നല്ല മുറിയും കാര്യങ്ങളുമാണ്. എനിക്ക് പക്ഷേ ഇവിടെ കടക്കാൻ ഇപ്പോൾ സമയമില്ല. ഉടനെ തന്നെ എനിക്കൊരു നൈൽ ക്രൂസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലഗേജ് എല്ലാം അവിടെ വെച്ച് പെട്ടെന്ന് നമ്മളെ ഡ്രൈവർ ഒരു 2 മണിക്കൂർ സമയം തന്നു. അതിനുള്ളിൽ വേഗം ഫ്രഷപ്പായി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ നൈൽ ക്രൂസിൻ്റെ ഒരു കാഴ്ച കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാത്രിത്തെ ഡിന്നർ നൈൽ ക്രൂസിൻ്റെ ഉള്ളിലാണ്. ഇവിടെ വന്നാൽ എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് നൈൽ ക്രൂസ്. ഇവിടെയാണത്. നൈൽ ക്രിസ്റ്റൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് കവാടം. ഞാൻ നടന്നുള്ളിലേക്ക് പോകുന്നു. ആ മുന്നിൽ കോട്ടിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഡ്രൈവർ മുഹമ്മദ്. ഇനി എന്നെ എടുത്തോളൂ, ഞാനിതാ നല്ല രസമുള്ള വസ്ത്രമെല്ലാം ഇട്ട് നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇതാണ് ഞാൻ പോകുന്ന ക്രൂസ്. ചെറിയൊരു ക്രൂസാണ്, എങ്കിലും ഒരു 2 മണിക്കൂർ യാത്രയാണ്. ഇനി ക്രൂസ് പോകാൻ കുറച്ച് സമയമുണ്ട്. അദ്ദേഹം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്.